എല്ലാവർക്കും നമസ്കാരം. ഇനി ഞാൻ പറയുന്നതേ ഒരു കൃഷ്ണാനുഭവം മാത്രമല്ല, ഒരു ജീവിതം തന്നെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൽ ഉള്ള അജിത ചേച്ചി അയച്ചു തന്നാണ്. കേൾക്കാം. തൃശ്ശൂരിലാണ് വീട്. എൻ്റെ പേര് അജിത എന്നാണ്. ഞാനും നമ്മുടെ ത്രിമധുരം കുടുംബത്തിലെ ഒരാളാണ്. നമ്മുടെ ത്രിമധുരം ഗ്രൂപ്പിൽ ഓരോരുത്തരുടെയും കൃഷ്ണാനുഭവം കേൾക്കുമ്പോൾ തുടങ്ങിയതാണ് എനിക്കുമുണ്ടല്ലോ കുറേ അനുഭവങ്ങൾ. എനിക്കും ഇതെല്ലാം ആരോടെങ്കിലുമൊക്കെ ആയിട്ട് പങ്കുവെക്കണമെന്ന് വളരെ ആഗ്രഹമാണ്. കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞത് ഞാനിപ്പോൾ പറയാം. എനിക്ക് 2 പെൺമക്കളാണ്. ഭർത്താവ് കൂടെയില്ല. എൻ്റെ മകളുടെ വിവാഹമായിരുന്നു 2024 ഡിസംബർ 6-ന്. ഗുരുവായൂരിൽ വെച്ചായിരുന്നു താലികെട്ട്. എനിക്കാണെങ്കിൽ കല്യാണം എടുക്കും തോറും ഭയങ്കര ടെൻഷനായിരുന്നു. എപ്പോഴും കണ്ണനെ വിളിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ പറയുമായിരുന്നു, കണ്ണാ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണേ, അല്ല എൻ്റെ മുൻപിൽ തന്നെ ഉണ്ടാവണേ. ഞാൻ എന്തു ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം ഭഗവാൻ ചെയ്യിക്കുന്നതാണെന്നേ ഞാൻ കരുതുള്ളൂ. എല്ലാം ഭംഗിയാക്കി നടത്തി തരണേ കണ്ണാ, ഇങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ ഭഗവാൻ കല്യാണം നല്ല ഭംഗിയായിട്ട് തന്നെ നടത്തി തന്നു. പിറ്റേ ദിവസം രാവിലെ എല്ലാവരും കുറെ ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. ഞാൻ നേരത്തെ എണീറ്റ് കുളിച്ച് വിളക്ക് വെച്ച് ഭഗവാനോട് നന്ദി പറയുകയായിരുന്നു. എൻ്റെ കണ്ണാ, എല്ലാം അവിടുന്ന് നല്ല ഭംഗിയായി തന്നെ നടത്തി തന്നു. എൻ്റെ കണ്ണൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. ഇങ്ങനെയെല്ലാം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഇടതു കൈയിലെ ഷോൾഡറിൻ്റെ ജസ്റ്റ് താഴെയായിട്ട് ഒരു കൈ കൊണ്ട് എൻ്റെ വലതുവശത്തുനിന്ന് ആരോ ഒരാൾ എന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. ഞാൻ കൂടെയുണ്ടെന്ന് പറയുന്നത് പോലെ. പെട്ടെന്ന് തന്നെ ഞാൻ ഞെട്ടിത്തിരിഞ്ഞു. അവിടെയെല്ലാം നോക്കി. എനിക്ക് അവിടെ ആരെയും കാണാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് എൻ്റെ വീട്ടിൽ ആരും തന്നെ എഴുന്നേറ്റ് അങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു. പിന്നെ എനിക്ക് എങ്ങനെയാണ് പറയേണ്ടതെന്നോ എന്താണ് ചെയ്യേണ്ടതെന്നോ അറിയില്ലായിരുന്നു. എൻ്റെ ശരീരം ആകെ വിറയ്ക്കുന്നത് പോലെ തോന്നി. ഞാൻ അവിടെ ചുറ്റുപാടും നോക്കി. എനിക്ക് അവിടെ ആരെയും കാണാൻ പറ്റിയില്ല. അതെൻ്റെ ഭഗവാൻ ഗുരുവായൂരപ്പൻ തന്നെയാണെന്ന് ഉറച്ചു വിശ്വസിക്കാൻ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ. എൻ്റെ കണ്ണൻ എൻ്റെ കൂടെ തന്നെയുണ്ട്. അവിടെ നിന്ന് ഉറക്കെ കരഞ്ഞു. വീട്ടിലുള്ളവർ എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ കണ്ണൻ എന്നെ കൈവിടില്ലെന്ന് എന്നെ വീണ്ടും വീണ്ടും കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞില്ലേ ഭർത്താവൊന്നും കൂടെയില്ല എന്നുള്ളത്. അപ്പം കണ്ണൻ അറിയാം എവിടെയാണ് ആരെയാണ് ചേർത്ത് പിടിക്കേണ്ടത് എന്ന്. ഒരു സംശയമില്ല. അബലകളായിട്ടുള്ള ആളുകൾ, സ്ത്രീകളായാലും പുരുഷന്മാരായാലും ആരായാലും, നമുക്ക് ആരും ഇല്ലാന്ന് തോന്നുമ്പോൾ ഭഗവാൻ ചേർത്ത് പിടിച്ചിരിക്കും. ഒരു സംശയമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് വെറും ഒരു അനുഭവമല്ല, ഇതൊരു ജീവിതം തന്നെയാണ്. എല്ലാവരിലേക്ക് എത്തിക്കുക. ജോയിൻ ബട്ടണിലൂടെ വന്നു കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാം. കൃഷ്ണവിഗ്രഹം വേണ്ടവർക്ക് വാങ്ങുകയും ചെയ്യാം. ഹരേ കൃഷ്ണ.